നിലവിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ക്രീനുകളുള്ള മൾട്ടിപ്ലക്സ് തിയേറ്റർ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാവോ? നിങ്ങളൊന്ന് കമന്റ് ചെയ്യട്ടോ. അപ്പൊ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് 14 സ്ക്രീനോട് കൂടിയ ഒരു മെഗാപ്ലക്സ് തിയേറ്റർ ഓപ്പൺ ചെയ്ത കാര്യമാണ്. ഏത് ബ്രാൻഡ് ആണെന്ന് ചോദിക്കുവാണെങ്കിൽ നമ്മുടെ ഐനോക്സിന്റെ മെഗാപ്ലക്സ് തിയേറ്റർ ആണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. എത്ര സ്ക്രീൻ ഞാൻ പറഞ്ഞല്ലോ, 14 സ്ക്രീൻ. അപ്പൊ ഈ 14 സ്ക്രീനകത്ത് ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിക്കുവാണെങ്കിൽ 4 സ്പെഷ്യൽ ഫോർമാറ്റുകൾ ഒരു കുടക്കീഴിൽ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇപ്പൊ 4 സ്പെഷ്യൽ ഫോർമാറ്റിന്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ ട്രിവാൻഡ്രം സൂപ്ലക്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ 2 സ്പെഷ്യൽ ഫോർമാറ്റും അതുപോലെ തന്നെ ഒരു VIP കാറ്റഗറിയാണ് വരുന്നത്. ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ ഐമാക്സും അതുപോലെ തന്നെ 4DX പിന്നെ VIP കാറ്റഗറി ആയിട്ടുള്ള നമ്മുടെ ലക്സ് സ്ക്രീനുമാണ് അവിടെ വരുന്നത്. അപ്പൊ ഇവിടുത്തെ കാര്യം പറയുകയാണെങ്കിൽ അതുപോലത്തെ 4 സ്പെഷ്യൽ ഫോർമാറ്റോട് കൂടിയ പുതിയ 14 സ്ക്രീനോട് കൂടിയ മെഗാപ്ലക്സ് ആണ് ഐനോക്സ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ ഞാൻ ഏതൊക്കെയാണ് ഈ സ്പെഷ്യൽ ഫോർമാറ്റുകൾ എന്നുള്ള കാര്യം പറയാം. ഒന്നാമത്തതും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്പെഷ്യൽ ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഐമാക്സ് തന്നെയാണ്. അപ്പോൾ ഐമാക്സ് മൂവീസ് വരുന്ന സമയത്ത്, അതായത് ഇമ്മേഴ്സീവ് ആയിട്ട് സിനിമ കാണണമെന്നുണ്ടെങ്കിൽ ഐമാക്സ് തന്നെ സിനിമ കാണാൻ പറ്റും. രണ്ടാമത്തെ സ്പെഷ്യൽ ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കിഡിൽസ് ആണ് കേട്ടോ. കിഡിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ കുട്ടികൾക്ക്, കിഡ് എന്നേക്കും പറയാലോ, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു തിയേറ്റർ ആണ്. അതായത് മാതാപിതാക്കൾക്കും അവിടെ നിന്ന് സിനിമ കാണാം, പക്ഷേ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് കുട്ടികൾക്കായതുകൊണ്ട് തന്നെ കിഡിൽസ് എന്നാണ് ആ ഒരു സ്ക്രീൻ പേരിട്ടിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് MX40 ആണ്. നമ്മൾ അധികം അങ്ങോട്ട് കേൾക്കാത്തൊരു സാധനമാണ്, പക്ഷേ 4DX നമ്മൾ കേട്ടിട്ടുണ്ട് കേട്ടോ. PVR ആണെങ്കിൽ 4DX എന്ന് പറയും, ഐനോക്സ് ആണെങ്കിൽ MX40 എന്ന് പറയും. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്താണ് സംഭവം എന്നുള്ളതൊക്കെ ഇപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ നാലാമത്തെ സ്പെഷ്യൽ ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻസിഗ്നി ആണ് കേട്ടോ. അതൊരു സ്പെഷ്യൽ ഫോർമാറ്റ് നമുക്ക് പറയാൻ പറ്റത്തില്ല. വേണമെങ്കിൽ ഒരു ലക്ഷറി സ്ക്രീൻ, അതായത് ഐനോക്സിന്റെ ഒരു ലക്ഷറി കാറ്റഗറിയാണ് ഈ ഒരു ഇൻസിഗ്നിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു ഇൻസിഗ്നിയയുടെ തന്നെ 2 സ്ക്രീനാണ് ഈ ഒരു തിയേറ്ററിൽ വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു 5 സ്ക്രീൻ മാറ്റി കഴിഞ്ഞാൽ, അതായത് ഇൻസിഗ്നിയിൽ 2 സ്ക്രീനോടെ ചേർത്ത് മൊത്തം 5 സ്പെഷ്യൽ സ്ക്രീൻ മാറ്റി കഴിഞ്ഞാൽ ബാക്കിയുള്ള 9 സ്ക്രീനും നോർമൽ ഓഡിറ്റോറിയം ആണ് വരുന്നത്. പിന്നെ ഇവിടുത്തെ പ്രൊജക്ഷനും സൗണ്ടും ഒക്കെ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. വേറൊന്നുമല്ല, എല്ലാ സ്ക്രീനിലും 4K ലേസർ പ്രൊജക്ഷനാണ് ഈ ഒരു തിയേറ്ററിൽ കൊടുത്തിരിക്കുന്നത്. നല്ല ചോദിക്കുക, 14 സ്ക്രീനിൽ 4K ലേസർ, എന്റെ മോനെ വേറെ ലെവല്. അതുപോലെ തന്നെ സൗണ്ടിന്റെ കാര്യം പറയുവാണെങ്കിൽ ഡോൾബി അറ്റ്മോസ് എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്, പക്ഷേ ബുക്ക് മൈ ഷോയിൽ അത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അവരുടെ ആർട്ടിക്കിളിൽ പറഞ്ഞേക്കുന്നത് എല്ലാ സ്ക്രീനിലും 4K ലേസർ അതുപോലെ തന്നെ ഡോൾബി അറ്റ്മോസ് ആണെന്നാണ്. പിന്നെ വോൾഫോണി 3Dയും എക്യുപ്ഡ് ആയിട്ടുള്ള സ്ക്രീൻസ് ആണ് ഈ ഒരു ഐനോക്സ് മെഗാപ്ലക്സിൽ വരുന്നത്. പിന്നെ ടോട്ടൽ സീറ്റിംഗ് കപ്പാസിറ്റി നോക്കുവാണെങ്കിൽ ഈ ഒരു 14 സ്ക്രീനുകൾ ചേർത്ത് മൊത്തം 2199 സീറ്റ്സ് ആണ് വരുന്നത് കേട്ടോ. പിന്നെ തിയേറ്റർ ഇപ്പൊ അങ്ങോട്ട് തുറന്നല്ലേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഒരു ഇൻട്രൊഡക്ടറി ഓഫർ വരെ കൊടുത്തിട്ടുണ്ട്. വെറും 99 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു ഐനോക്സ് മെഗാപ്ലക്സിൽ പോയി കഴിഞ്ഞാൽ സിനിമ കാണാനായിട്ട് പറ്റും. പിന്നെ ഇത് എവിടെയാണ് എന്നൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെ നിൽക്കുകയാണല്ലേ. ഇത് നമ്മുടെ നാട്ടിലൊന്നും അല്ല, അങ്ങ് പൂനെയിലാണ് കേട്ടോ. പൂനെയിലെ ഫീനിക്സ് മാൾ ഓഫ് ദ മില്ലേനിയം എന്ന് പറയുന്ന ഫീനിക്സ് ഷോപ്പിംഗ് മാളിലാണ് ഈ ഒരു ഐനോക്സിന്റെ ഏറ്റവും പുതിയ മെഗാപ്ലക്സ് പണിഞ്ഞിരിക്കുന്നത്. PVR ഐനോക്സും കൂടെ എങ്ങോട്ടുള്ള പോക്കാണെന്ന് കണ്ടു തന്നെ അറിയണം. ആഴ്ച ഇങ്ങനെ ഓരോ തിയേറ്റർ വെച്ച് ഇങ്ങനെ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ ഇന്ത്യ മൊത്തം അടക്കി ഭരിക്കാനുള്ള ഒരു ശ്രമത്തിലാണെന്ന് തോന്നുന്നത് കേട്ടോ. അപ്പോഴാണ് നിങ്ങൾ എന്നോട് ആ ഒരു ചോദ്യം ചോദിക്കുന്നത്. എനിക്കറിയാം നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ചോദ്യം എന്താണെന്ന് എനിക്കറിയാം. ബ്രോ, PVR ഐനോക്സ് ഓപ്പൺ ചെയ്തു, നല്ല കാര്യം ഒക്കെ ഓക്കെയാണ്, പക്ഷേ നമ്മുടെ കൊച്ചി ഫോറം മാളിലെ തിയേറ്റർ എന്ന് ഓപ്പൺ ചെയ്യും. ആ തിയേറ്റർ ഓപ്പൺ ചെയ്യുന്നത്